ഹായ് ഹലോ മദർ യൂണിവേഴ്സ് മെമ്പർഷിപ്പ് എടുത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ഓക്കെ, ഞാനിത് ഫുൾ നൈം പറയത്തില്ല. നൈമിൻ്റെ ആദ്യത്തതും അവസാനത്തതുമായിട്ടുള്ള പേര് മാത്രമേ പറയുള്ളൂ. സിംഗിൾ പേരിൻ്റെ ആദ്യത്തെയാണ്. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ പേര് ഇതിൽ വരില്ല. നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്ററും അവസാനത്തെ ലെറ്ററുമാണ് പറയുന്നത്. ഫസ്റ്റ് ജി യു. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ജി, ലാസ്റ്റ് ലെറ്റർ യു. ഓക്കെ, ഫീമെയിലാണ്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? ഒരുപാട് സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുവാൻ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്നും യൂണിവേഴ്സ് ഒരുപാട് പ്രാർത്ഥന ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങളെ സ്റ്റാറാക്കി മാറ്റുവാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന വിഷയം, പ്ലീസ് കേട്ട് മീ മദർ നിങ്ങൾ ഇപ്പോൾ നേരിടുന്നത് യാത്രയുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്നു എന്ന് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ എങ്ങനെയും ബാലൻസ് ചെയ്താണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഒരു പക്ഷേ അത് ജോലി സ്ഥലമായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ അതിനൊരു മാറ്റം ഉണ്ടാകുമോ? നിങ്ങളുടെ പ്രാർത്ഥന, വീണ്ടും പ്രാർത്ഥനയുടെ കാര്യം വന്നിരിക്കുന്നു. ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് അടഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ഓപ്പൺ ആകണമെങ്കിൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണം. ഇപ്പോൾ നിങ്ങൾ ബേർഡൻ അനുഭവിക്കുന്നുണ്ട്, എന്നാൽ കുറച്ച് ദൂരവും കൂടി ചെന്ന് കഴിഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഫീമെയിലിൻ്റെയാണ്, ജി ആൻഡ് യു. ഓക്കെ, ലാസ്റ്റ് ലെറ്റർ യു ആണ്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. അടുത്തത് എസ് യു, ഫീമെയിലാണ്. പ്ലീസ് കേട്ട് മീ മദർ പ്ലീസ് കേട്ട് മീ മദർ നൽകുന്ന മെസ്സേജ് എന്താണ്? ഇപ്പോൾ നിങ്ങൾ മാനസികമായും സാമ്പത്തികപരമായും വളരെ ബുദ്ധിമുട്ടിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നിരിക്കുന്നു. ഒരു പക്ഷേ ജോലി സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഹൃദയത്തിൽ നിന്നായിരിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ മാനസികമായും ശാരീരികമായും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, അത് ജോലി സംബന്ധമായിരിക്കാം, നിങ്ങൾക്ക് വിദേശത്ത് എവിടെയെങ്കിലും പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒരു ഗ്രോത്ത് ആണ് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത്. ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ജോലി സംബന്ധമായിട്ടൊരു സ്റ്റെബിലിറ്റി ആയിരിക്കാനുള്ള സാധ്യത ഇവിടെ കൂടുതലായി കാണുന്നു. ഓക്കെ, ഒരുപാട് വേദനയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. മാനസികമായി തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾ നല്ല രീതിയിൽ ഭയപ്പെടുന്നു. സന്തോഷം നിങ്ങളിൽ നിന്നും ദൂരേക്ക് മാറിയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇതിലൊരു മാറ്റം ഉണ്ടാകുമോ? യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു മാറ്റം ഉണ്ടാകുമോ? എസ് യു എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്കൊരു ഗ്രഹണം സംഭവിച്ചിരിക്കുന്ന സമയമാണ്. ആ ഗ്രഹണം അല്പനാളത്തേക്ക് മാത്രമേ ഉള്ളൂ. ആ ഗ്രഹണം മാറി നിങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. ഇപ്പോൾ സർവ്വതും നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും നിങ്ങൾക്കുള്ളത്. എന്നാൽ നിങ്ങൾ മനക്കരുത്തോടു കൂടി മുന്നോട്ട് പോകുക. നിങ്ങളുടെ പാസ്റ്റിലെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് വീണ്ടും നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാസ്റ്റിനെ വിട്ടുകൊണ്ട് മനക്കരുത്തോടു കൂടി മുന്നോട്ട് പോകുക. പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങൾ പിൻവലിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസിക അവസ്ഥ തളർന്നു പോകും. നിങ്ങൾക്ക് ലക്ഷ്യം കാണുവാൻ സാധിക്കില്ല എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് ജി ടി, മെയിലാണ്. പ്ലീസ് കേട്ട് മീ മദർ ജി ടി. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ജി ടിയോട് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? എന്ത് മെസ്സേജാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ എന്ത് മെസ്സേജാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഈ കാർഡാണ് ആദ്യമേ മറിഞ്ഞു വന്നത്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ബാലൻസിങ്ങിൽ വരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് യൂണിവേഴ്സ് നിങ്ങളോട് തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരും. നിങ്ങളുടെ ചിറകുകൾക്ക് ശക്തി നിങ്ങൾക്ക് വർദ്ധിക്കും. സാമ്പത്തികപരമായിട്ടും ഇമോഷണൽ പരമായിട്ടും നിങ്ങൾ എല്ലാ കാര്യവും ഗ്രോത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾക്കൊരു വഴി നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന്. എന്നാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഒരു വഴി ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ കൂടി നിങ്ങൾക്കൊരു ഉദയം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രതികൂല സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്നറിയാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊരു യാത്രയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക്
കടന്നു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ബിസിനസ് പരമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കത് എന്ത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു എനർജിയാണോ, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോറിറ്റി ലഭിക്കുന്നില്ല, സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കാത്ത അവസ്ഥയിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഒപ്പം യൂണിവേഴ്സ് കൂടെ ഉള്ള ഒരു എനർജിയാണ് കാണുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ആണ്, മാനസികമായി കോൺഫ്ലിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചില വ്യക്തികളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കും. അത് ഗ്രോത്തിനെ സംബന്ധിച്ച് മാനസികമായി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതായി കാണുന്നു. പല വ്യക്തികളും നിങ്ങളുടെ ഗ്രോത്തിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും നിങ്ങൾക്ക് കിട്ടുന്നു. എന്നാൽ നിങ്ങളുടെ മാനസിക ബലം മാത്രമാണ് നിങ്ങളെ ഇപ്പോൾ ഈ മുന്നോട്ട് പോകുവാൻ നയിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ തളർന്നു പോയിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബാലൻസ് നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് അത് പേരാണോ എന്ന് അറിയത്തില്ല, ഫീമെയിൽ തന്നെ. ഓക്കെ, എയും ലാസ്റ്റ് എയും. ഓക്കെ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഫീമെയിൽ ആണെന്ന് തോന്നുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഈ വ്യക്തിക്ക് വേണ്ടി എടുക്കുന്നത് ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്, ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കറണ്ട് ഫീലിങ്സ് എന്താണ്, ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാതെ പാസ്റ്റിനെ കുറിച്ച് ഓവർ തിങ്കിങ് ആണ് ഉള്ളത്, സാഹചര്യം വളരെ മോശമാണ് എന്നുള്ളതാണ്, ഒരു കാര്യവും ബാലൻസിങ്ങിൽ ലഭിക്കുന്നില്ല, മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു, മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. ഓക്കെ, വീണ്ടും ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത് റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഇവിടെ ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഡബിൾ എ. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സ് പറയുന്നു, നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഗ്രോത്ത് ലഭിക്കുന്നതാണ്. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്റ്റേബിളായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. സണ്ണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൂര്യോദയം ഉണ്ടാകും. നിങ്ങൾക്കൊരു ഗ്രോത്ത് സഡനായിട്ട് തന്നെ ഉണ്ടാകും. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന എന്ത് കാര്യമാണോ ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സ് നൽകുന്ന മറുപടി എന്താണ്? നിങ്ങൾക്ക് സമയം ഇപ്പോൾ അനുകൂലമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു കർമ്മ കാർഡ് കൂടിയാണ്. നമ്മൾ ചെയ്ത കർമ്മയുടെ പ്രവർത്തനം അനുസരിച്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും നിശ്ചയിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന കർമ്മ നല്ല കർമ്മയാണെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഭാഗ്യം വന്നു ചേരുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ജോലി സംബന്ധമായിട്ടാണോ ഈ ഒരു എനർജി, ഈ ഒരു റീഡിങ് കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കും. പക്ഷേ നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടി ഡെവിൾ പരമാവധി ശ്രമിച്ചിരിക്കുന്നതായി കാണുന്നു. തേർഡ് പാർട്ടികൾ പലതും നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഗ്രോത്തിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരിക്കുന്നു. പക്ഷേ അതൊന്നും ഇവിടെ നടക്കുന്നില്ല. യൂണിവേഴ്സ് നിങ്ങളെ എത്രത്തോളം തേർഡ് പാർട്ടികൾ ചേർന്ന് നിന്ന് ഡെവിൾ എനർജിയുടെ സഹായത്തോടെ, ബ്ലാക്ക് എനർജിയുടെ സഹായത്തോടെ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചു എങ്കിലും ഇവിടെ സണ്ണാണ് വന്നിരിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ 1 നമ്പറാണ്. ഇവിടെ 10+1+0=1. ഇവിടെ സണ്ണാണ് വരുന്നത്. ഇവിടെ തേർഡ് പാർട്ടി നിങ്ങളെ ഡെവിൾ എനർജിയുടെ സഹായത്തോടു കൂടി നിങ്ങളെ നശിപ്പിച്ചു എങ്കിൽ, നിങ്ങളെ അനങ്ങാൻ വയ്യാത്ത രീതിയിൽ പോലും നിങ്ങളുടെ മാനസികമായി തകർത്തിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണെങ്കിലും യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നോക്കാം. RU എന്ന് പറയുന്ന ഫീമെയിലാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ആദ്യത്തെ ലെറ്റർ R, ലാസ്റ്റ് U. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പേജ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ചില ബാലൻസ്, ചില സാമ്പത്തിക ബാലൻസ് നിങ്ങൾക്കില്ല, ചില ഇമോഷണൽ ബാലൻസ് നിങ്ങൾക്ക് ഇല്ലാണ്ട അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ കുറേ നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ്. സ്ട്രെങ്ത് ഇല്ല. ഉയർന്ന് പറക്കുന്നതിനോ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു വഴി തെളിയുന്നില്ല. അന്ധകാരത്തിലായിരിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ജീവിതത്തിലേക്ക് ഒരു പ്രകാശം നിങ്ങൾ ആഗ്രഹിക്കുന്നു, വന്നു ചേരുന്നില്ല. കാരണം ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ബേർഡൻ സിറ്റുവേഷനാണ്. നിങ്ങൾ എത്രത്തോളം ഗ്രോത്ത് ആഗ്രഹിക്കുന്നോ അതെല്ലാം നിങ്ങൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, ഇതിവിടെ പിഴുത് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ സാഹചര്യം കൊണ്ട് അതെല്ലാം പിഴുത് മാറിയിരിക്കുന്ന ഒരു എനർജിയാണ്. എന്നാൽ ഇവിടെ 10ൻ്റെ നമ്പറാണ് വന്നിരിക്കുന്നത്. സണ്ണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ,
നിങ്ങൾ ഇത്രയും നാളായിട്ട് ഭാരം ചുമക്കുന്ന എന്ത് വിഷയമാണെങ്കിലും, ഇമോഷൻ ആണെങ്കിലും ശരി തന്നെ, സാമ്പത്തികമാണെങ്കിലും ശരി തന്നെ, എന്ത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് കടന്നു പോകുന്നത്? ഓക്കെ, ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ ഹൃദയം തകർന്നിരിക്കുന്ന എനർജിയിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. ഒരുപക്ഷെ തേർഡ് പാർട്ടി ഫാമിലി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ തകർത്തുകൊണ്ട് ചില തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അതിലൊരു മാറ്റം ഉണ്ടാകുമോ? യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മാറ്റം ഉണ്ടാകുമോ? എന്ത് മെസ്സേജാണുള്ളത്? തീർച്ചയായിട്ടും അതിൻ്റെ മുകളിൽ ടവർ വരും. നിങ്ങൾ കുറച്ച് യൂണിവേഴ്സിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തേർഡ് പാർട്ടിയുടെ മുകളിലേക്ക് ഒരു ടവർ വന്നു ചേരുന്നതാണ്. നിങ്ങളെ തകർത്തിരിക്കുന്ന തേർഡ് പാർട്ടി രണ്ട് വശത്തേക്ക് മാറിപ്പോകുന്ന എനർജിയാണ് ഓക്കെ വന്നിരിക്കുന്നത്. അത് എന്ത് സാഹചര്യം, ജോലിസ്ഥലത്തായാലും കുടുംബജീവിതത്തിലാണെങ്കിലും ഈ ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം യൂണിവേഴ്സ് സപ്പോർട്ടായിട്ട് ഉണ്ട് എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 9 ഓഫ് പെൻറ്റിക്കിളാണ്. എന്തിനും ഏതിനും യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ലെറ്റർ എ, ലാസ്റ്റ് ലെറ്റർ ഇ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും സ്റ്റക്ക് സിറ്റുവേഷനാണ്, മുന്നോട്ട് പോകുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ചില കാര്യങ്ങൾ മാർഗ തടസ്സങ്ങളാണ് ഉള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റമുണ്ടാകുമോ? ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ ദുഃഖത്തിൽ കൂടി, ഈ ഒരു ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ബ്ലാക്ക് എനർജി ഉള്ളതായി കാണുന്നു. ഓക്കെ, നെഗറ്റീവ് എനർജി ഉള്ളതായി കാണുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് കാണുന്നത്. നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം, ചില വ്യക്തികളുടെ ഇടപാടുകൾ കാരണം നിങ്ങളുടെ എല്ലാ സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ചില സാമ്പത്തികം തടഞ്ഞു വെച്ചിരിക്കുന്നു. അതെല്ലാം നിങ്ങളെ ജോലിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മാനസികമായിട്ട് ഡിപ്രഷൻ ഉണ്ടാകുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ നിന്നും ദൂരെയായിരിക്കാം, വിദേശത്തായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്നു എങ്കിൽ യൂണിവേഴ്സ് അതിൽ നിന്നും ഒരു വിജയം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ചില ബ്ലാക്ക് എനർജി ഇവിടെയും കാണുന്നുണ്ട്. ഇവിടെയും ബ്ലാക്ക് എനർജി ഇവിടെയും മൂടി വെച്ചിരിക്കുന്നു. ഓക്കെ, ഒരു സാമ്പത്തിക സിറ്റുവേഷനെ നിങ്ങളിലേക്ക് കടന്നു വരാത്ത വണ്ണം മൂടി വെച്ചിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇതിലൊരു മാറ്റം യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ഹെൽപ്പ് ഉണ്ടാകുമോ? ഈ ഒരു ബ്ലാക്ക് എനർജിയിൽ നിന്നുമുള്ള ഒരു മാറ്റം ഉണ്ടാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജസ്റ്റിസ് വരുന്നതാണ്. ഓക്കെ, ബ്ലാക്ക് എനർജിയുടെ മധ്യത്തിൽ ഒരു ജസ്റ്റിസ് വരുന്നുണ്ട്. നിങ്ങളെ വീണ്ടും ഡാർക്ക് എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു എ ഇ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് എനർജീസ് ഉണ്ട്. ഓക്കെ, ഡബിൾ എനർജിയാണ് നല്ല രീതിയിൽ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് എനർജിയുടെ മധ്യത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു ജസ്റ്റിസ് ലഭിക്കും എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് EI ആണ്, EXI. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അതൊരു കമ്പനിയുടെ പേരായിരിക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ആദ്യത്തെ ലെറ്റർ E ആണ്. ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരു ഗ്രോത്തിനുള്ള സാഹചര്യം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു. കൊഴിഞ്ഞു പോയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പച്ച പിടിച്ചു വരുന്നു. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളെ ഇതുവരെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തായിരുന്നു പാസ്റ്റിൽ നടന്നിരുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തായിരുന്നു ഈ ഒരു വ്യക്തിക്ക് പാസ്റ്റിൽ നടന്നിരുന്നത്? പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങളെ വിട്ടുപോയിരുന്നു, ചില കാര്യങ്ങൾ നശിച്ചിരുന്നോ, നിങ്ങൾക്ക് ഗ്രഹണം സംഭവിച്ചിരുന്ന ഒരവസ്ഥയിൽ കൂടിയായിരുന്നു നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എന്ത് തൊട്ടിരുന്നാലും വിജയമില്ലാത്ത, കാരണം തോൽവി പരാജയങ്ങളായിരുന്നു നിങ്ങൾക്ക്. അത് കാരണം പല വ്യക്തികളും നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരുന്നു, സ്ട്രെങ്ത് വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം മെമ്പർഷിപ്പ് എടുത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ പേര് പറയാൻ പാടില്ലാത്തത് കൊണ്ടാണ് പേര് പറയാത്തത്. ഓക്കെ, അപ്പം ഇത്
താങ്ക് യു. എൻ്റെ മെമ്പർഷിപ്പ് എടുത്തതിന് നന്ദി. യൂണിവേഴ്സ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കട്ടെ. ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാതെ എടുത്തതാണ്. ഓക്കെ. പിന്നെ ആളിൻ്റെ പേരും കറക്റ്റ് ഇല്ലാതെ എഴുതിയിട്ടിരിക്കുന്ന അത് മാത്രം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്തെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് കറക്റ്റ് വരാത്തത്. പേഴ്സണൽ റീഡിങ്ങിലായിരിക്കും ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് ലഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.